ഹലോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞിനുമുത്ത് എവിടെയെന്ന് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? എല്ലാം പറയാം കേട്ടോ. ഒത്തിരി നാളായി ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ എന്താ പറയുക, ഒന്നിനും സമയം പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും കിട്ടാറില്ല. അറിയാലോ എല്ലാവർക്കും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ മെയിനായിട്ട് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണെങ്കിൽ നമ്മുടെ ബ്ലൂമിങ് ഡേയ്സ് വിത്ത് ജിഷ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. മോൻ്റെ ചാനൽ പതുക്കെ പതുക്കെ നിർത്താം എന്നല്ല, അവന് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ഈ ചാനൽ ഇങ്ങനെ അങ്ങ് നിലനിർത്തിക്കൊണ്ട് പോകാം, ഇനി ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനത് തുടങ്ങിയത്. അപ്പോൾ ആ ചാനൽ ഏകദേശം ഞാൻ അതിലും വീഡിയോ ഇടലൊക്കെ വളരെ കുറവാണ്. ലോങ് വീഡിയോസ് ഒരു 10-15 അത്ര അതിൽ കൂടുതൽ ഇട്ടിട്ടേ ഇല്ല. പക്ഷേ എങ്കിലും അതിൽ ഹാഫ് മോണിറ്റൈസേഷൻ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കാൽഭാഗം പോലും അതിന് വേണ്ടിയിട്ട് ഞാൻ എഫേർട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടൊരു കാര്യം ഞാൻ എന്തിനാണ് സ്റ്റോപ്പാക്കി കളയുന്നത്. അപ്പോൾ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് മോൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത്, അതായത് കുഞ്ഞിൻ്റെ ആ ഒരു പ്രൈവസിയെ ഞാൻ കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു വിഷമമായിരുന്നു. അവൻ്റെ കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറയുക, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞാൻ അവന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിക്കുക, അത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം മറ്റൊരു കുഞ്ഞിന് പ്രയോജനമാവട്ടെ എന്ന് കരുതി. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പോസിറ്റീവിനെ കഴിഞ്ഞും അധികം നെഗറ്റീവാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അതായത് നെഗറ്റീവ് കമൻസോ കാര്യങ്ങളോ ഒന്നുമല്ല, കുഞ്ഞിനുമുത്തിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ നമുക്ക് പതുക്കെ ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട്, എനിക്ക് എന്താണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കോൺടാക്ട്സ് വന്നിട്ടല്ലേ. അപ്പോൾ കുഞ്ഞിനുമുത്തിനെ ഇപ്പോൾ ഞാൻ മെയിനായിട്ട് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിനുമുത്തിന് സത്യം പറഞ്ഞാൽ ക്യാമറ ഫേസ് ചെയ്യാൻ ഇഷ്ടമല്ല. പണ്ട് തൊട്ടേ ഞാൻ ഈ കാര്യം പറയാറുള്ളതാണ്. പക്ഷേ ഈ ഒരു വീഡിയോ എടുക്കലിൽ നിന്ന് ഞാൻ അവനെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ, എനിക്കറിയില്ല അവന് വന്നിരിക്കുന്ന മാറ്റം എത്രത്തോളമാണെന്ന്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ഇത്രയധികം ഒരു മാറ്റം എനിക്കറിയില്ല കേട്ടോ. ഈ വീഡിയോ എടുക്കൽ നിർത്തിയത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇത് അവനെക്കുറിച്ച് പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാറില്ല, ഒരുപാട് ആളുകളിലേക്ക് ഒന്നും എത്തിക്കാറില്ല. അതുകൊണ്ടായിരിക്കും അവൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അവനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം. എന്നെ കുഞ്ഞിനുമുത്തിനെ കണ്ടേ മതിയാവും എന്ന് വാശി പിടിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം കുഞ്ഞിനുമുത്തിന് നെഗറ്റീവ് ആവുന്ന ഒരു കാര്യങ്ങളും ഞാൻ ഇനി ചെയ്യില്ല. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അവൻ്റെ വിശേഷങ്ങൾ ചെറിയ ഷോർട്സിലൂടെ മോനെ ഞാൻ കാണിക്കും. കാരണം ഇത് മോൻ്റെ ചാനലാണ്. അപ്പോൾ അവനെ തീരെ കാണിക്കാതെ ഞാൻ വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ചാനൽ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞാൻ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ഞാൻ മോണിറ്റൈസേഷൻ ആക്കിയെടുത്തത്. അതിന് ശേഷം സബ്സ്ക്രൈബേഴ്സ് വന്നു. പിന്നെ ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചിട്ടേ ഇല്ല. പല ആളുകളും ലൈവ് അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്തോരം അധ്വാനിച്ചിട്ടാണല്ലേ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടി വരുന്നത്. പക്ഷെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ടും ഞാൻ എന്താ പറയുക, എന്നിട്ടും നമ്മളെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് വല്ലപ്പോഴെങ്കിലും ഞാൻ എൻ്റെ ഒരു കടമ കൂടിയാണല്ലോ അത് ചെയ്യുക എന്നുള്ളത്. മോനെ തീർച്ചയായിട്ടും ഞാൻ ലോങ് വീഡിയോയിൽ ഇനി കാണിക്കില്ല. മോന് ചെയ്യുന്ന തെറാപ്പിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ കാണിക്കില്ല. അതിന് എന്നോട് ആർക്ക് ദേഷ്യം വന്നാലും എനിക്കത് പ്രശ്നമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, മോന് ക്യാമറ ഫേസ് ചെയ്യാൻ ഇഷ്ടമില്ല. കാരണം അവന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്കും ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാനൊരു പക്ഷേ ഇനി അവൻ്റെ ഒരു അനുവാദം ഇല്ലാതെ വീഡിയോസ് എടുത്തിട്ടാണോ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് ഞാൻ പണ്ട് മോനെ ഇങ്ങനെ തെറാപ്പി കയ്യും കാലും ഒഴിയുന്നത്, അല്ലെങ്കിൽ എല്ലാം എക്സർസൈസ് കാര്യങ്ങളെല്ലാം അത് ഞാൻ അവൻ്റെ അനുവാദത്തോടു കൂടിയല്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. മറ്റ് കുഞ്ഞുങ്ങൾക്ക് പ്രയോജനമാവട്ടെ എന്ന് കരുതിയിട്ടാണെങ്കിലും നമ്മുടെ കുഞ്ഞിനെ കൂടെ ഇഷ്ടത്തിനല്ല. അപ്പോൾ അവൻ ഇത്രമാത്രം വിഷമം ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ. എനിക്കറിയാം അവനിപ്പോൾ ഉള്ളിന് എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന്. ആ ഒരു പണ്ടത്തെ രീതിയല്ല കേട്ടോ, മോനെ ഒരുപാട് മാറി. അതും ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, അവൻ എല്ലാ രീതിയിലും ശരിയായി വരട്ടെ, അതിനുശേഷം ഞാൻ പറയാം കേട്ടോ. അപ്പോൾ മോൻ്റെ തീർച്ചയായിട്ടും ഞാൻ ഷോർട്സ് വഴി നിങ്ങളെ തീർച്ചയായിട്ടും കുഞ്ഞിനുമുത്തിനെ കാണിക്കും. കാരണം കുഞ്ഞിനുമുത്തിനെ കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്, അവനോടാണ് എല്ലാവർക്കും സ്നേഹം എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയില്ല, എത്ര നാളിതിങ്ങനെ പറ്റുമെന്നും അറിയില്ല. പറ്റുന്നത്രയും സമയം പറ്റുന്ന പോലെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും കൂടി ഞാൻ ഒരാൾ മാനേജ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള വീഡിയോസ് ഞാൻ ഇടയ്ക്കൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർ കാണുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപോലെ ഇതുപോലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ വന്ന് പറയാം.
അപ്പം മോനെ കാണിക്കുന്നില്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അവൻ്റെ പ്രൈവസിക്ക് നേരെ ഞാൻ ക്യാമറയും നീട്ടി ചെല്ലില്ല. അങ്ങനെ ആയിരുന്നു ഞാൻ പണ്ട്. മോൻ്റെ ഒരു പ്രൈവസി മാനിക്കാതെ, അതായത് ഇപ്പോൾ എൻ്റെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ പോലും ഇപ്പോൾ ഈ എൻ്റെ മടിയിൽ പിടിച്ചിരുത്തി വീഡിയോ ചെയ്യാനാണെങ്കിൽ അവൾ എഴുന്നേറ്റ് ഒരു 10 പ്രാവശ്യമെങ്കിലും പോവും. അവൾക്ക് ചിലപ്പോൾ ഈ ക്യാമറയിലേക്ക് നോക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. തമ്പുരാൻ്റെ കാര്യം പിന്നെ പറയണ്ട, ആൾക്ക് ഇഷ്ടമേ അല്ല ആളുടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കുന്നത്, പബ്ലിക്കാക്കി ഞാനിങ്ങനെ ഇടുന്നത് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ കുഞ്ഞിനുമുത്തിനോട് മാത്രം അവന് പറയാൻ, എന്നോട് അമ്മ ഇത് ചെയ്യണ്ടെന്ന് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് എൻ്റെ മോനെ ഞാൻ നിർബന്ധിച്ച് മടിയിലിരുത്തി, അല്ലെങ്കിൽ അവനെ കിടത്തി അവനെ ഇരുത്തി അവന് ഫുഡ് കൊടുക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ പബ്ലിക്കായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. സത്യമായിട്ട് അതിൻ്റെ തെറ്റ് തന്നെയാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാനത് തിരുത്തിയതാണ്. ഇനിയും ഞാൻ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും കുഞ്ഞിനുമുത്തും കൂടി ഇപ്പോൾ എന്താണ് പരിപാടി എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. കാരണം ഒരു ജോലിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനത് ശരിക്കും ഒന്ന് കിട്ടിയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതൊരു എന്താ പറയുക, ഞാൻ പറയുകയാണ്, നിങ്ങൾ അധികം പേരൊന്നും ഇത് കാണില്ലല്ലോ. അതൊരു മറ്റേ ബഡ്സ് സ്കൂളില്ലേ, ബഡ്സ് സ്കൂളാണ്. അപ്പോൾ അത് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കുടുംബശ്രീ മിഷനും എല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഈ ബൈച്ചൻമാലി പഞ്ചായത്തിൽ നമ്മുടെ ഇവിടുത്തെ സ്കൂളിൽ, അതായത് കുഞ്ഞിനുമുത്തിന് നമ്മൾ കൊണ്ട് 1ാം ക്ലാസ്സിൽ ചേർത്തില്ലായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം 2ൽ ചേർത്തു. ആ സ്കൂളിൽ തന്നെ ഒരു കെട്ടിടം അവർ ഏറ്റെടുത്തു കഴിഞ്ഞ വർഷം. അതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നടന്നു. എന്നെ ഹെൽപ്പറായിട്ടാണ് കേട്ടോ അതിൻ്റെ അകത്ത് തിരഞ്ഞെടുത്തത്. കാരണം നമ്മുടെ അംഗൻവാടിയിലെ ടീച്ചർ എന്നെ നല്ല പരിചയമുള്ളതാണ്. അപ്പോൾ ആളാണ് എന്നെ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് സെലക്ഷൻ കിട്ടി. 1 വർഷമാകാറായിട്ടോ. പക്ഷേ ഈ വർഷം ജൂണിൽ തുടങ്ങുമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. എനിക്കത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കാരണം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വരും, തെറാപ്പിസ്റ്റ് വരും, അങ്ങനെ പതുക്കെ എല്ലാ കാര്യങ്ങളും ആവും. ബഡ്സ് സ്കൂൾ എന്താണെന്ന് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല. എന്നാലും ഞാൻ ചോദിച്ചപ്പോൾ അവർ അങ്ങനെയാണ് പറഞ്ഞത്, കോൺട്രാക്റ്റ് വയ്ക്കുന്നുണ്ട്, അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ആവും. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് മോനെയും കൊണ്ട് ഇപ്പം നിലവിൽ ഞാനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ വിചാരിച്ച ഒരു ഫലം കിട്ടിയില്ല. മോൻ നടക്കും എന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു ജൂണൊക്കെ ആകുമ്പോഴത്തേന് എൻ്റെ മോൻ നടക്കും തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ അതിലേക്ക് എത്തിയില്ലെങ്കിലും ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതും ഇപ്പം എന്നോട് ആർക്കും ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. കാരണം എൻ്റെ മോൻ്റെ നല്ലതിന് വേണ്ടി, നമ്മുടെ കുഞ്ഞിനുമുത്തിൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയാത്തത്. അപ്പോൾ ഇനി ഈ സ്കൂളിലും കൂടി പോയി കഴിയുമ്പോഴത്തേനും അവന് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ എടുക്കൽ നിർത്തിയപ്പോൾ, അതായത് അവൻ്റെ ആ ഒരു പ്രൈവസിയിലേക്ക് ഞാൻ ക്യാമറയായിട്ട് ചെല്ലാത്തത് കൊണ്ട് അവൻ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് എന്താ പറയുക, എല്ലാ കാര്യങ്ങളും അവന് മനസ്സിലാക്കി. എല്ലാം പണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവൻ അനങ്ങുമ്പോൾ ക്യാമറയായിട്ട് ചെല്ലും. അത് ഭയങ്കര മോശമായിരുന്നു എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അവനും ഒരു ഫ്രീ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും അവിടെ നിന്ന് ചിരിച്ച് കളിക്കുന്നത്. തെറാപ്പി കഴിഞ്ഞു, കുളി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ആൾ ഫുഡൊക്കെ കഴിഞ്ഞ് അവിടെ ഹാപ്പി ആയിട്ടിരുന്ന് ഞാൻ കാത്തൂന് വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചില കുട്ടികൾക്കൊക്കെ ചിരി വരുന്ന ഒരു ഇതില്ലേ, അത് വരുമ്പോൾ ആൾ ചിരിക്കണമാണ് കേൾക്കണത് കേട്ടോ. അത് ഇപ്പം അതേ സമയത്ത് ഞാൻ ഈ ക്യാമറയായിട്ട് ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ട് അവനെ എൻ്റെ മടിയിൽ പിടിച്ചിരുത്തിക്കുന്ന ആൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് അവനെ ഒന്ന് മോചിപ്പിക്കാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. എനിക്കറിയില്ല എത്ര പേര് ഈ വീഡിയോ കാണുമെന്നോ, അല്ലെങ്കിൽ മോനില്ലാത്തതുകൊണ്ട് അത് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നവർ എത്ര പേരുണ്ടെന്നോ എനിക്കറിയില്ല. കാണുന്നവർ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുമ്പോൾ പല കാര്യങ്ങളും വിഷയത്തിൽ നിന്ന് തെന്നി മാറി പോവുകയാണല്ലേ. അപ്പോൾ ഇത് ഒത്തിരി നാളായില്ല ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അത് പതിയെ ശരിയാവും. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മുടെ അന്വിക്കുട്ടി ഒന്ന് ഉറങ്ങുന്ന സമയത്തൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു കാരണം നമ്മുടെ സാമ്പത്തികം തന്നെയാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ എനിക്ക് 3 മാസം കൂടുമ്പോഴൊക്കെ നമ്മുടെ മോൻ്റെ ചാനലിൽ നിന്ന് പൈസ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ തീരെ നമുക്ക് ഒന്നിനും, ഇപ്പം സംഗീസാറിൻ്റെ അടുത്ത് പോകാനാണെങ്കിൽ പോലും ഞാൻ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അൻവിമോളൊന്നായി അവളെ ഇന്ന് ജസ്റ്റ് ബസ്സിലൊന്ന് കയറ്റാനാണെങ്കിലും കുഞ്ഞിനുമുത്തിനെ എടുത്തിട്ട് അൻവിക്കുട്ടിയോടൊന്ന് ജസ്റ്റ് നടക്കാൻ പറഞ്ഞാൽ അതിനൊരു വിധമായി അവൾ. അപ്പോൾ അങ്ങനെ പോകണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന, പക്ഷേ ആ സമയമായപ്പോഴത്തേന് ഞാൻ തീരെ ദരിദ്രവാസിയായി എന്ന് പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ കാണുന്നവർ കാണട്ടെ, അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അവൻ സ്കൂളിൽ പോകുമ്പോൾ അതെന്താവുമെന്ന് അറിയില്ല. അത് ഞാൻ പറഞ്ഞ പോലെ കെട്ടിടമൊക്കെ ഏറ്റെടുത്ത് അതിൻ്റെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വന്നതായിരുന്നു. പക്ഷേ ഏതോ ഒരു സ്ഥലത്തു നിന്ന് എന്തോ ഒരു പരാതി പോയിട്ട് അത് സ്റ്റോപ്പായിപ്പോയി. നമ്മുടെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ സമയത്ത് അതിങ്ങനെ പിന്നീട് ഒരു അനക്കവും ഇല്ല കേട്ടോ. പിന്നെ ഞാനും എൻ്റെ കുഞ്ഞിനുമുത്തും കളക്ടറെ പോയി കണ്ടു. ഞങ്ങൾ എന്താ പറയുക, കുഞ്ഞിനുമുത്തിന് രാജകീയമായ സ്വീകരണമായിരുന്നു കളക്ടറിൻ്റെ അടുത്ത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്, പക്ഷെ അത് ഡിലീറ്റ് ആയിപ്പോയി. ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ, അത് എന്തെങ്കിലും ആവുമ്പോൾ ഇടാവേ. അപ്പം അത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം മോനെ കളക്ടർ അത്ര കാര്യമായിട്ടാണ് ആ ഓഫീസിലുള്ള എല്ലാവരും സ്വീകരിച്ചത്.
കളക്ടറിൻ്റെ കയ്യിൽ നിന്ന് കേക്ക് കൊടുത്ത് അത് ഫുൾ ആൾ അവിടെ ഇരുന്ന് കഴിച്ചു തീർത്തു. അങ്ങനെ ഒരുപാട് സന്തോഷമായി. ജൂൺ 1-ാം തീയതി ക്ലാസ്സിൽ വിട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ആൾ വിട്ടത്. പക്ഷേ ഇവിടെ കിച്ചൺ റെഡി ആയിട്ടില്ല, ബാത്റൂം പണിതിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് താമസങ്ങളുണ്ട്. ഇനി അത് എന്ന് റെഡിയാവും എന്നറിയില്ല. അപ്പോൾ അത് റെഡിയാവുമ്പോൾ റെഡിയാവട്ടെ. അപ്പോൾ അത്ര നാളും നമ്മുടെ അൻവിക്കുട്ടി 2 വയസ്സായിട്ടല്ലേ ഉള്ളൂ. അപ്പം അവളും ഒന്ന് എല്ലാം ഒന്ന് ഓർഡറായിട്ട് വരുമ്പോഴത്തേക്കിനും അതും റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. അതങ്ങനെ വഴിയെ വരട്ടെ. അപ്പം നമുക്ക് ദൈവം നിലവിൽ ഒരവസരം തന്നിട്ട് ഞാനത് കളഞ്ഞു കുളിക്കുകയാണ് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ചെറിയ വീഡിയോസൊക്കെ ഇടാം എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി വലിയ വലിയ വിശേഷങ്ങളൊന്നുമില്ല. പറയാനുള്ളത് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് പല സ്ഥലത്തായിട്ട് കുത്തിക്കയറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദി. വീഡിയോ കണ്ടവരോടൊക്കെ എന്താ പറയുക, ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം ഞാൻ പറഞ്ഞു തന്നപോലെ നമ്മുടെ കുഞ്ഞിനുമ്പത്തിൻ്റെ തെറാപ്പി കാര്യങ്ങൾ അത് സ്റ്റോപ്പായി എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കതിലുള്ള പ്രതീക്ഷ കുറച്ച് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. അവർ പറഞ്ഞ സമയമായി, പക്ഷേ നടന്നില്ലെന്നേ ഉള്ളൂ. വേറെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെറുതായിട്ട് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. ഇടയ്ക്ക് സംഗീത് സാറിൻ്റെ അടുത്ത് പോകണം. സ്പീച്ച് തെറാപ്പിയുടെ ഒരു കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും അത് പോരാ, അടുത്ത സ്ഥലത്ത് പോകണം. അങ്ങനെ ഒരുപാട് പൈസയുടെ ആവശ്യങ്ങൾ വരുന്നുണ്ട്. ഈ പറയുന്നതൊക്കെ പേഴ്സണലായിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരാനോ ആരും എന്നെ സഹായിക്കാനോ വേണ്ടിയിട്ടല്ല. സത്യം പറഞ്ഞാൽ എനിക്കത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ഒരു കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് ഞാൻ സത്യത്തിൽ ഈ ചാനൽ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം അങ്ങനെ നമുക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നവരുണ്ട്, അങ്ങനെ പൈസ നമുക്ക് തരണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. സത്യത്തിൽ എനിക്ക് അത് ആഗ്രഹമുള്ള ഒരാളല്ല കേട്ടോ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, വീഡിയോയിൽ കുറച്ചത് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനിയും അതുണ്ടായിരുന്നു. മോന് ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അവന് സന്തോഷപൂർവ്വം തരുന്നതാണ്. നമുക്ക് എന്താ പറയുക, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളെ എന്താ പറയുക, ഔദാര്യം സ്വീകരിച്ചാൽ അടിമത്തം സ്വീകരിക്കേണ്ടി വരും, അങ്ങനെ ഒരു ചൊല്ലില്ലേ, അതുപോലെ അങ്ങനെ കരുതുന്ന ആളുകളുണ്ട്. എനിക്കത് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആരുടെ കയ്യിൽ നിന്നും ആ ഒരു രീതിയിലുള്ള ഇതൊന്നും ആഗ്രഹിക്കാത്തത്. അപ്പോൾ ഇനിയും ആഗ്രഹിക്കുന്നില്ല. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിതിൽ ചില പ്രൊഡക്ട്സൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു പ്രൊഡക്ട്സ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അതിനെക്കുറിച്ച് 2 വാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ആ ലിങ്കിൽ കയറിയിട്ട് വേറെ എന്തെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ചെറിയ ഏണിങ്സ് നമുക്ക് കിട്ടും. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. അല്ലാതെ ഇങ്ങനെ ഒരുപാട് ചാനലുകൾ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരു പർപ്പസിലല്ല നമ്മളിത്, അന്നും അല്ല ഇപ്പോഴും അല്ല. ഇപ്പോഴും ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഇത് എടുത്ത് പറയാൻ കാരണം അവർക്ക് പൈസ ഇല്ലാതായി ഇപ്പോൾ അവർ വീണ്ടും കൊച്ചിനെയും കൊണ്ട് വന്നു എന്ന് നിങ്ങൾ ആരും പറയരുത്. കാരണം ഇതിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കൊച്ചില്ല, കൊച്ചുള്ളത് ഷോർട്സിലാണ്. ഷോർട്സിൽ നിന്ന് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ലക്ഷങ്ങൾ വ്യൂസ് വന്നെങ്കിൽ മാത്രമേ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.